ക്രൈസ്ത ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗിലെയാദ് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ ഈ വീഡിയോയുമായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എനിക്ക് നൽകി തന്ന സാവകാശത്തെ ഓർത്തുകൊണ്ട് എല്ലാ മഹത്വവും പ്രാരംഭമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്നു. ഇന്ന് പകലത്തെ വചനചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം വായിപ്പാനായി താല്പര്യപ്പെടുന്നു. സങ്കീർത്തനങ്ങൾ 63-ന്റെ 5ഉം 6ഉം വാക്യങ്ങൾ. എൻ്റെ കിടക്കയിൽ ഞാൻ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണനും മജ്ജയും മേധസ്സും കൊണ്ട് എന്ന പോലെ തൃപ്തി വരുന്നു. എൻ്റെ വായ സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ നാം വായിച്ചു കേട്ട തിരുവെഴുത്തിനകത്ത് ഞാൻ ഇന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വേദഭാഗം എന്ന് പറഞ്ഞാൽ, എൻ്റെ വായ് സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ വായ് സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. നാം പലപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് മനമുരുകിയും ഹൃദയം തകർന്നും മനോവേദനയോടുകൂടെയും കരച്ചിലോടുകൂടെയും ഒക്കെയാണ് നാം ദൈവസന്നിധിയിൽ അഭയയാചന കഴിക്കുന്നത്, അപേക്ഷകൾ അർപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ വായ് സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജീവിതയാത്രയിൽ എന്തൊക്കെ പ്രതികൂലങ്ങളും ഏതൊക്കെ പ്രതിസന്ധികളും ഏതൊക്കെ കഷ്ടങ്ങളും രോഗങ്ങളും നഷ്ടങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും നാം സന്തോഷത്തോടുകൂടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ തയ്യാറായാൽ, ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സന്തോഷത്തോടെ ഒന്ന് അറിയിക്കാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ മതിയായവനാണ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, എൻ്റെ ഉള്ളം ഹല്ലേലൂയ, എൻ്റെ വായ് സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. സന്തോഷമുള്ള അധരങ്ങളാൽ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിന് നന്ദി കരേറ്റുവാനും ദൈവത്തോട് നമ്മുടെ വിഷയങ്ങൾ സന്തോഷത്തോടുകൂടെ അറിയിക്കുവാനും നാം തയ്യാറായാൽ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ മതിയായവനാണ്. ഹല്ലേലൂയ, സ്തോത്രം. നെഹമ്യാവിൻ്റെ പുസ്തകത്തിനകത്ത് 8-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, യഹോവയെങ്കിലുള്ള സന്തോഷം എൻ്റെ ബലമാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നെഹമ്യാവ് അങ്ങനെ പറയണമെങ്കിൽ കർത്താവിലുള്ള ആ ഒരു സന്തോഷമെന്ന് പറയുന്നത് അത് ഒരു ദൈവഭക്തൻ്റെ അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിൻ്റെ ബലമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ സന്തോഷത്തോടുകൂടെ, മറ്റ് വിഷയങ്ങളൊന്നുമില്ല, മറ്റ് പ്രതികൂലങ്ങളൊന്നുമില്ല എന്നല്ല, പ്രതികൂലങ്ങളുടെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും രോഗങ്ങളുടെ നടുവിലും ദുഃഖങ്ങളുടെ നടുവിലും ഒക്കെ നാം സന്തോഷത്തോടുകൂടെ നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിക്കാമെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം പ്രവർത്തിക്കും. ആര് തടുക്കും? ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, അപ്പോസ്തലനായ പൗലോസ് തൻ്റെ റോമാലേഖനത്തിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല. ഹല്ലേലൂയ, സ്തോത്രം. ദൈവരാജ്യം എന്ന് പറയുന്നത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള സന്തോഷവും അത്രേ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ സന്തോഷമുള്ള അധരങ്ങളാൽ ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, സ്തോത്രം, ചില വിഷയങ്ങൾക്കകത്ത് ദൈവപ്രവൃത്തി വേഗത്തിൽ വെളിപ്പെടുവാൻ സമയമാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ വിഷയങ്ങൾ എന്തായിരുന്നാലും, ഹല്ലേലൂയ, സ്തോത്രം, ഇന്ന് പകലിൽ സന്തോഷത്തോടുകൂടെ നിങ്ങളുടെ വിഷയങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ വയ്ക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ, എൻ്റെ വായ് സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. സന്തോഷമുള്ള അധരങ്ങളാൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായിലൂടെ പ്രസ്താവിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഹൃദയ നുറുക്കത്തോടുകൂടെ അനേകർ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ വായ്, ഹല്ലേലൂയ, സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. സന്തോഷമുള്ള അധരങ്ങളാൽ സ്തുതിക്കുവാൻ തയ്യാറായാൽ ദൈവം വലിയവ ചെയ്യുവാൻ മതിയായവനാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ നിങ്ങളോട് പിന്നെയും പറയുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ സന്തോഷമുള്ള അധരങ്ങളാൽ ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുവാൻ, ദൈവത്തിന് നന്ദി കരേറ്റുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, ആര് തയ്യാറാകുമോ അവർക്ക് വേണ്ടി സർവശക്തനായ ദൈവം അത്ഭുതകരമായ വഴികളെ തുറക്കുവാൻ മതിയായവനാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ
ആമേൻ. എൻ്റെ വായ് സന്തോഷം ഉള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ പ്രാണനും മജ്ജയും മേധസ്സു കൊണ്ടെന്ന പോലെ ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. തൃപ്തി വരുന്നു. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിനെ രാത്രിയാമങ്ങളിൽ ധ്യാനിക്കുകയും ആമേൻ ദൈവസന്നിധിയിൽ ആമേൻ പ്രാർത്ഥനകൾ ചെലവഴിക്കുകയും ചെയ്യുമ്പോൾ ആമേൻ സന്തോഷമുള്ള അധരങ്ങളാൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ മതിയായവനാകുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.